മനുഷ്യനെ എടേ എന്ത് ഉപകാരം ചെയ്തില്ലേ ഉപദ്രവം ചെയ്യാതിരുന്നോടാ നടരാജ. തങ്കം തങ്കം എന്തോ ഇങ്ങോട്ട് വന്നേ. മണ്ണെണ്ണ ഞെടുത്തേടി. അല്ല വെളിച്ചെണ്ണ ഞെടുത്തേ. ചൊറിയെണ്ണ എടുത്ത് ദേഹത്ത് വെച്ച. എന്റെ ദൈവമേ, ചൊറിയെണ്ണം തിരിച്ചറിയാൻ പാടില്ല. കഷ്ടമാണ്, ചൊറിയെണ്ണം കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല ഇത്ര നാളായിട്ട്. എടി എടുത്ത് തന്ന് ഏത് ചെടി നോക്കെന്ന് പറഞ്ഞ അത് കയ്യിലോട്ട് ചൊറിഞ്ഞു ചാവൂന്ന്. എല്ലാരും ഉണ്ടല്ലോ. എന്താ കുറച്ച് ചെടിയായിട്ട് തോരൻ വല്ല വെക്കാൻ പോണ? അല്ലടാ അവിയൽ വെക്കാൻ പോണു. നിനക്ക് വേറെ ഒരു പണിയില്ലേടേ? എടാ എന്തിനടാ 10 ചെടി വെക്കുന്നതിൽ ഈ ഉടായ്പ കാണിക്കണം? നിനക്ക് ആൾക്കാർക്ക് ഉപയോഗപ്രദമായ 10 ചെടി നിനക്ക് വെച്ചുകൂടാ? എടാ ഒന്ന് കേറി പോടാ. മനുഷ്യവിടെ ചൊറിഞ്ഞോണ്ടെങ്കിൽ ചെടി വെക്കണോ വാഴ വെക്കണോ തെങ്ങ് വെക്കണോ ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. അല്ല നീ ഇതിലെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യേ. എന്ത് കഷ്ടം. നിനക്ക് വേറെ ഒരു പണിയില്ലടാ. ഞങ്ങൾ എന്തേലും ചെയ്തോട്ടെ. ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കൂലേ? നീ നിന്നെ എന്താ ജീവിക്കാൻ സമ്മതിക്കാത്ത? ഇല്ല തങ്കം, പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ചെടികൾ വെക്കുന്നത് ഓക്കെ. ഇതാണോ വെക്കുന്നത്? ഇതെന്തിനു കൊള്ളാം? എടേ ഞങ്ങളിത് എന്തെങ്കിലും ചെയ്തോളാം. നിനക്കൊരു ഉപദ്രവം ഇല്ലല്ലോ. നിന്റെ വീട്ടിലോ നിന്റെ പറമ്പിലോ ഒന്നും അല്ലല്ലോ ഞങ്ങൾ വെക്കണത്. ഞങ്ങൾ റോഡിലല്ലേ വെക്കണത്. നീ റോഡ് എന്തിന്? ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ? അതിന് വേണ്ടിട്ടല്ലല്ലോ. ഞാനേ തങ്കം നീ അതുകൊണ്ട് നീ പോ തിരിച്ച് വെള്ളം ചൂടാക്ക്. ചൊറിച്ചിലിന്റെ ക്രീം വേണോ ക്ലീറ്റസ് ചേട്ടാ? കുറച്ച് എടുത്തിട്ടെ ഒരു സ്പൂണിൽ എടുത്തിട്ട് നീ അവന്റെ അണ്ണാക്കിലോട്ട് വെച്ചോട്ട് അകത്തോട്ട് ചെല്ലട്ടെ. അവന് ഇത്തിരി ചൊറിച്ചിൽ കൂടുതലേ. നല്ല കാര്യം ചെയ്യാൻ പറയുന്നത്. അല്ല നമുക്ക് ആവശ്യത്തിന് ആയല്ലോ. സഹിക്കണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞാടാ. മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയടാ. ഞങ്ങൾ എന്തായാലും ചെയ്തോളാം. അവനോട് സംസാരിക്കാൻ തങ്കോ ഓ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ പോലെ പോലെ ഒരു മിനിറ്റ്. അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പരിപാടി ഇത് നന്നായി വരും. എത്ര മണിക്ക് ഉദ്ഘാടനം? ഉദ്ഘാടനം 11:30. അല്ലടാ ഈ 1001 തെയ്യം ഒരുമിച്ച് നടുകയാണോ? പിന്നെ അതല്ലേ അതിന്റെ ഒരു പ്രൗഢി. അതല്ലേ കാണുമ്പോ ഒരു കാഴ്ചക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ. ഇതിപ്പോ എവിടെയാ നടാൻ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ നിന്ന് നമ്മുടെ സ്റ്റേഡിയം വരെ റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോവും. വരി പിന്നെ ആവശ്യമുള്ള എടി ഒരു വശത്തല്ല 2 വശത്തും നടുകയാണ്. അപ്പൊ അത് വരും. അല്ലേ ഈ 1001 പേരൊക്കെ ഉണ്ടോ നിങ്ങളുടെ പാർട്ടി? ഇപ്പൊ തന്നെ ഈ ഒരു പരിപാടി നമ്മൾ അങ്ങോട്ട് അറിയിപ്പ് കൊടുത്തപ്പോ കുറെ നല്ല ചെറുപ്പക്കാര് വിവരവും വിദ്യാഭ്യാസമുള്ള കുറെ എണ്ണം വന്നിട്ടുണ്ട് പാർട്ടിയിലേക്ക് കേട്ടോ. അതൊരു വലിയ സമാധാനമായി. എടാ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കണം. എങ്ങനെ അണികളെ ആകർഷിക്കാമെന്ന് നോക്കണം. നാടിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുമെന്ന് നോക്കണം. അപ്പോഴാണ് ആൾക്കാർ മണികളൊക്കെ ഉണ്ടാവും. സത്യം പറയാലോ, ഞാൻ പറയണോണ്ട് വേറെ ഒന്നും തോന്നരുത്. കല്യാണം കഴിഞ്ഞ് 13 വർഷമായി ഈ അമ്മാവനോട്ട് പരിചയമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മാവനെ കൊണ്ട് എനിക്കൊരു നല്ല കാര്യം ഉണ്ടായത്. അതിന് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അതെ നിങ്ങൾ എപ്പോഴാ പറഞ്ഞേ? ഞങ്ങളൊന്നും വരുന്നില്ല. ഞങ്ങളെന്തിനാ വരുന്നത് അല്ലേ? അതെന്ത് ഈ എന്നെപ്പോലുള്ള നേതാക്കളുടെ കുടുംബക്കാർക്കൊക്കെ അവിടെ ഞാൻ പ്രത്യേക സ്ഥലം മാറ്റി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ വന്ന് ചെടി നട്ടാല് നാളെയുള്ള പിള്ളേർക്ക് അത് മാതൃകയാക്കാൻ പറ്റുമോ? ഞങ്ങള് നിർത്തോടെ നീ എന്ത് കളിക്കണം? ഇവളൊരു പൊട്ടയായിപ്പോയി. നമ്മളിപ്പോ ചെടി നടണം അല്ലേ? അമ്മാവ നിങ്ങൾ പറയണം, അമ്മാവൻ ചെടി നടണം, അമ്മാവൻ 2 വാക്കും പറയണം. അതിന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അതൊന്നും ഇല്ല ഉദ്ഘാടനത്തിൽ അമ്മാവന്റെ 2 വാക്ക് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതെ പിന്നെ പിന്നെ നിങ്ങൾ വൈകിക്കരുത്. ഞങ്ങളൊരു 11:30 ആകുമ്പത്തേ പോരെ? 11:30 വന്നാൽ 11:30 ഉദ്ഘാടനം. 11 മണിക്ക് 11 മണിക്ക് അവിടെ എത്തിക്കോ. ഒരു ഓട്ടോറിക്ഷ കൂടെ വിട്ടാൽ മതി. അതിപ്പോ നോക്കട്ടെ, ഒന്ന് വിളിച്ചോണം എന്നെ. ആദ്യം ഫോണൊന്ന് എടുക്കണം. വിളിച്ചാല് ഒരു പ്രാവശ്യം കിട്ടിയില്ലേ ഒന്നുകൂടെ വിളിച്ചോണം. ഒറ്റ പ്രാവശ്യം വിളിച്ചു എന്നുള്ള ചടങ്ങ്. അതിനെ ചാടി കളിക്കണ്ട. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ വണ്ടി വിളിച്ചങ്ങോട്ട് വന്നോളാം. ചായ കുടിച്ചിട്ട് പോ. ചായ ഉണ്ട്. ഞാൻ വൈദ്യരെ കണ്ടപ്പോ കഫം കിട്ടും. അതുകൊണ്ട് 2 ദിവസം കേട്ടോ. സന്തോഷം. എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിലാ പോണേ. എനിക്ക് അതാ ഒരു ടെൻഷൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും മാവാ. നീ പേടിക്കണ്ട, ഇതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിലെ ഉപദേഷ്ടാവും ഞാനാ. അമ്മാവനോട് ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ഇതിനകത്ത് തമാശയില്ല. ഇല്ല പറഞ്ഞു. അമ്മാവന് ക്ലീറ്റോന്റെ പാർട്ടിയിൽ ചേരാൻ പാടില്ല ഉപദേശകനായിട്ട്? അത് വേണോടി. ഒരു കുടുംബത്തിൽ നിന്ന് 2 എണ്ണമൊക്കെ വേണോ? അപ്പൊ അവൻ എന്നെ ചുമക്കണത് പോരെ? ഞാനും അങ്ങനെ ആവണോ? ഈ വേറെന്തേലും പണി നോക്കിയ. അല്ല ഒന്നുമില്ല.
പക്ഷെ അതാവണതൊക്കെ നല്ല തന്നെയാണ്. ആൾക്കാരൊക്കെ കുറെ കൂടുതൽ ഒരു നേതാവാവണോണ്ട് കുഴപ്പമൊന്നുമില്ല. നീ എന്തിരിക്കണേ റെഡി ആവാനൊക്കെ നോക്ക്. ആ നീ സമയമുണ്ട്, നീ റെഡി ആക്കി. എനിക്കൊരു ജുബല്ലേ ഉണ്ടോ? അമ്മാവാ ആ വാതിൽ നടച്ചേക്കോ പുറത്തെ. ആ അമ്മ പൗഡർ എവിടെ? പൗഡർ സാധാരണ എവിടെ ഇരിക്കാറ്? എന്നോടാണ് ചോദിക്കുന്നത്. എത്ര നേരെ ഒരുങ്ങാൻ എപ്പോഴും പറയണേ ഫ്രണ്ടിൽ കൊണ്ട് പൗഡർ വയ്ക്കല്ലേ എന്ന് കാണാനും കാണൂല. അവിടെ ഇരിക്കണേന്ന് നിനക്ക് അറിയാലോ. മതി ഒരുങ്ങിയത്. കൊറേ നേരം നിന്നെ വാങ്ങട്. ഒന്നും ചെയ്തില്ല, അതിന് പൗഡർ ഇട്ടോട്ടെ. എന്റെ പൊന്നോ, അവള് നിന്റെ കല്യാണത്തിന് പോണ പോലെയാ. അതെ പിന്നെ ഞാൻ അങ്ങനെ ചെടി നടന്നൊരു 3-4 ഫോട്ടോ വേണം കേട്ടോ. അപ്പൊ എന്തായാലും ക്ലീറ്റസിനെ പ്രസംഗിക്കാൻ വിളിക്കും. ഞാനപ്പൊ സ്റ്റേജിൽ കയറി നിൽക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരുടെ ചുമതലകൾ എന്താ, അവരെന്തൊക്കെയാ ചെയ്യേണ്ടതിനെ കുറിച്ച് പറയും. എന്നിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പദ്ധതിക്ക് തുടക്കട്ടത് ഞാനാണ്, എന്റെ ആശയാണ് ഇത് ഞാൻ പറയും. അത് വേണ്ട അമ്മാവാ, ആ ആശയം ക്ലീറ്റോന്റെ അന്നെ ആൾക്കാരറിഞ്ഞാ മതി. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ വാ, പോവാ. വാ, വാ, വാ. പഴ്സ് എടുത്തിട്ടുണ്ടോ? കാശൊക്കെ എന്തായാലും ഇങ്ങോട്ട് പോരെ. അയ്യോ ഒരു കൊട എടുക്കട്ടെ കേട്ടോ. നല്ല വെയിലായിരിക്കും. വെയില് മാത്രല്ല, ഇപ്പൊ എപ്പോഴാ മഴ പെയ്യാന്ന് പറയാൻ പറ്റുമോ? ഇറങ്ങ. അയ്യോ താക്കോല് ഈ പെണ്ണിന്റെ ഒരു കാര്യം എടുക്കട്ടെ. എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ. അത് വെക്കണ സ്ഥലം ഒന്നും അറിയില്ല എവിടെയെന്ന്. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വെക്കാം. ആ കിട്ടി. കിട്ടിയാ? എന്നാ വാ. അതെ വണ്ടി വന്നോ? വണ്ടി വിളിച്ചോ? വണ്ടി പുറത്ത് വന്നിട്ടുണ്ട്, അതോട്ടല്ലേ വേഗം വരാൻ പറഞ്ഞു. അതെ അന്നേ അത് വണ്ടി അവിടെ വന്നിട്ട് ഇല്ല, വാ, പറയ്. എങ്കിട്? തുറക്ക്, അത് തുറക്ക്. എന്താ നീ കാണിക്കുന്നത്? അകത്തോട്ട് കേറ് അങ്ങോട്ട്. കേറിക്കേ. എന്താടാ കേറിക്കോ. ഈ ചക്ക എന്തേ കഴിഞ്ഞോ? 11:30 ആവാൻ പോണു. എല്ലാം കുളമാക്കി അമ്മാവ. ഇപ്രാവശ്യം എന്താ ക്ലീറ്റോ പറ്റിയത്? അമ്മാവ, ഉദ്ഘാടനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിരുന്നതാ. അപ്പൊ നമുക്ക് ഈ പ്രസംഗിക്കാൻ ഒരു പന്തല് വേണമല്ലോ. അത് ഞാൻ ആ പൊട്ട നടരാജന്റെ അടുത്ത് ഏർപ്പാട് ചെയ്തിരുന്നത്. അതിനെന്തേ? അവനെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അവരെന്താ ചെയ്ത്? അമ്മാവ, അലവലാതി എന്തോ ചെയ്തെന്നറിയാമോ? ഈ പന്തല് കെട്ടാൻ വേണ്ടി റോഡ് സൈഡിൽ നിന്ന് 4 തണൽ മരങ്ങളെ വെട്ടിമുറിച്ച് നാട്ടുകാരെല്ലാം കൂടെ അവന്മാരെ എടുത്തിട്ട് ചളിക്കൊണ്ടിരിക്കുക. ഞാൻ ഓടിങ്ങി പോന്നു. നിങ്ങളാണ് യഥാർത്ഥ പ്രകൃതി സ്നേഹികൾ. കൊടുക, ഇങ്ങനെ നിങ്ങൾ ചെയ്യാവൂ. Versus Alien